ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 1 പാരലൽ ലൈൻസ് പേജ് നമ്പർ 22 പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 3 നോക്കാം. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ. ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ പാരലലാണ്. താഴത്തെ ത്രികോണത്തിലെ മൂന്നാം കോണും മുകളിലെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. ആദ്യം നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. അതിന് ABCDE എന്ന് പേര് കൊടുക്കാം. ബോട്ടം ട്രയാങ്കിൾ നോക്കിക്കേ, അതിൽ 2 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ ആംഗിളാണ് തന്നിട്ടുള്ളത്? ആംഗിൾ A, ആംഗിൾ B തന്നിട്ടുണ്ട്. ആംഗിൾ E കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ A എത്രയാണ്? 35 ഡിഗ്രി പ്ലസ് ആംഗിൾ ബിയോ 45 ഡിഗ്രി പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. 35ഉം 45ഉം ആഡ് ചെയ്യുമ്പോൾ 80 ഡിഗ്രി എന്ന് കിട്ടും. 80 ഡിഗ്രി പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഈക്വൽ 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ E എത്രയെന്ന് കിട്ടി? 100 ഡിഗ്രി. അപ്പോൾ താഴത്തെ ബോട്ടം ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും നമുക്ക് കിട്ടി. അടുത്തതായി നമുക്ക് ടോപ്പ് ട്രയാങ്കിളിലെ ആംഗിൾസാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനായിട്ട് നോക്കിക്കേ, ABCD എന്ന 2 പാരലൽ ലൈൻസിനെ AC എന്നൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിന് 2 വശത്തും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോം ആകും. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ A, ആംഗിൾ C. അപ്പോൾ ആംഗിൾ A 35 ഡിഗ്രി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയും എത്രയായിരിക്കും? 35 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ A ഈക്വൽ ആംഗിൾ C ഈക്വൽ എത്രയാണ്? 35 ഡിഗ്രി, അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇനി അടുത്തതായി നോക്കിക്കേ, ABCD എന്ന 2 പാരലൽ ലൈൻസിനെ BD എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിന് ഇരുവശത്തും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോം ആകും. അപ്പോൾ ഇവിടെ ആംഗിൾ Bയും ആംഗിൾ Dയുമാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ആംഗിൾ B 45 ഡിഗ്രി എന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ Dയും എത്രയായിരിക്കും? 45 ഡിഗ്രി. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആംഗിൾ B ഈക്വൽ ആംഗിൾ D ഈക്വൽ എത്രയാണ്? 45 ഡിഗ്രി. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണത്. അപ്പോൾ നമുക്ക് ടോപ്പ് ട്രയാങ്കിളിൽ 2 ആംഗിൾസ് കിട്ടി. ഇനി മൂന്നാമത്തെ ആംഗിൾസ് നമുക്കറിയാമല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ 2 ആംഗിൾസ് നമുക്കറിയാം. അപ്പോൾ തേർഡ് വൺ കണ്ടുപിടിക്കാം. എങ്ങനെ എഴുതാം? ആംഗിൾ C പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ C എത്രയാണ്? 35 ഡിഗ്രി പ്ലസ് ആംഗിൾ D എത്രയാണ്? 45 ഡിഗ്രി പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ 35ഉം 45ഉം ആഡ് ചെയ്യുമ്പോൾ 80 ഡിഗ്രി പ്ലസ് ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി. Therefore ആംഗിൾ E ഈക്വൽ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എത്രയാണ്? 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ E 100 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. Next question, the left and right sides of the large triangle are parallel to the left and right sides of the small triangle. Calculate the other 2 angles of the large triangle and all angles of the small triangle. ചിത്രത്തിൽ വലിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് പാരലലാണ്. വലിയ ത്രികോണത്തിൻ്റെ മറ്റു 2 കോണുകളും ചെറിയ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണക്കാക്കുക. ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കാം. അതിന് ABCDE എന്ന പേര് കൊടുക്കാം. നമുക്കാദ്യം വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാം. അതിൽ നോക്കിക്കേ, ABCD എന്ന 2 പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് AC. അപ്പോൾ ACക്ക് 2 വശത്തും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മിഡിൽ ആംഗിൾ തന്നിട്ടുണ്ട്. 2 ട്രയാങ്കിളിൻ്റെ നടുവിലൊരു 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അതാണ് ACയുടെ പുറത്തുള്ള ആംഗിൾ. ACയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതൊക്കെയായിരിക്കും? നമുക്ക് 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ളതും, പിന്നെ നമുക്ക് ആംഗിൾ Aയും ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ പുറത്ത് 70 ഡിഗ്രി എന്നാണെങ്കിൽ ആംഗിൾ A എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അത് എങ്ങനെ എഴുതാം? ആംഗിൾ A
and middle angles are alternate angles. Therefore, angle A equal 70 degree. അപ്പോൾ വലിയ ട്രയാങ്കിളിൽ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി അല്ലേ? ആംഗിൾ എയും ആംഗിൾ സിയും. ഇനി ആംഗിൾ ബി കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ എ 70 ഡിഗ്രി, ആംഗിൾ ബി നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ആംഗിൾ സി 60 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ എ എത്രയാണ്? 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി അറിയില്ല പ്ലസ് ആംഗിൾ സി 60 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് 70 ഡിഗ്രിയും 60 ഡിഗ്രിയും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 130 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. സോ 50 ഡിഗ്രിയാണ് ആംഗിൾ ബി. ആംഗിൾ ബി ഈക്വൽ 50 ഡിഗ്രി. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും നമുക്ക് കിട്ടി. അതെങ്ങനെ എഴുതാം? 3 angles of larger triangles are 50 degree, 60 degree, 70 degree. ഇനി നമുക്ക് സ്മോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാം. അതിൽ നോക്കിക്കേ, ഡി ഇ എ സി എന്ന രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് സി ഡി അല്ലെങ്കിൽ ഡി സി. അപ്പോൾ ഡി സിക്ക് രണ്ട് വശത്തും ഉണ്ടാകുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തുള്ളത് ഡി സിക്ക് പുറത്തുള്ള ആംഗിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. രണ്ട് ട്രയാങ്കിളിൻ്റെ മിഡിലായിട്ടൊരു 70 ഡിഗ്രി. അപ്പോൾ അതാണ് പുറത്തുള്ള ആൾട്ടർനേറ്റ് ആംഗിൾ. അകത്ത് ആംഗിൾ ഡി എത്രയായിരിക്കും? ഇപ്പോൾ 70 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഡി സിയുടെ ഓൾട്ടർനേറ്റ് ആംഗിളാണ് പുറത്തുള്ള 70 ഡിഗ്രി. ആംഗിൾ സിയുടെ അവിടെ വരും അല്ലേ? ആംഗിൾ പുറത്ത് നമുക്ക് മിഡിലായിട്ടുള്ളത്. പിന്നെ ആംഗിൾ ഡി അപ്പോൾ 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരാംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഡി ആൻഡ് മിഡിൽ ആംഗിൾസ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ദെയർഫോർ ആംഗിൾ ഡി ഈക്വൽ 70 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ സി, സ്മോൾ ട്രയാങ്കിളിൽ ആംഗിൾ സി കണ്ടുപിടിക്കാം എത്രയാണെന്ന്. അത് നോക്കിക്കേ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ലൈൻ കട്ട് ചെയ്താൽ രണ്ടല്ല 3 ആംഗിൾസ് ഉണ്ടായാലും അതിനെ ലീനിയർ പെയർസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലീനിയർ പെയർസ് എന്ന് പറയുമ്പോൾ ഇവിടെ നടുവിൽ നോക്കിക്കേ, ഒരു 60 ഡിഗ്രി ഉണ്ട്. വലിയ ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രി, പിന്നെ രണ്ട് ട്രയാങ്കിളിനും ഇടയ്ക്ക് ഒരു 70 ഡിഗ്രി, പിന്നെ ചെറിയ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ വരും. അപ്പോൾ ഈ 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. കാരണം ഇത് ബി ഇ എന്ന സ്ട്രെയിറ്റ് ലൈനിലെ നടുവിലുള്ള ആംഗിൾസ്, അതായത് ലീനിയർ പെയർസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ആംഗിൾ സി ഓഫ് ലാർജർ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിലെ ആംഗിൾ സി പ്ലസ് മിഡിൽ ആംഗിൾ 70 ഡിഗ്രിയും തന്നിട്ടില്ലേ അത്, പ്ലസ് ആംഗിൾ സി ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈക്വൽ 180 ഡിഗ്രിന്ന് കിട്ടണം. അപ്പോൾ ആംഗിൾ സി ഓഫ് ലാർജർ ട്രയാങ്കിൾ എത്രയാണ്? വലിയ ട്രയാങ്കിളിലെ ആംഗിൾ സി എത്രയാണ്? 60 ഡിഗ്രി പ്ലസ് മിഡിൽ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഓഫ് സ്മോളർ ട്രയാങ്കിൾ ആണ് നമുക്ക് കാണേണ്ടത്, ഈക്വൽ 180 ഡിഗ്രി. ഇനി 60 ഡിഗ്രിയും 70 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ 130 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈക്വൽ 180 ഡിഗ്രി. ഇനി ആംഗിൾ സി ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈക്വൽ 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈക്വൽ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ആ 50 ഡിഗ്രിയാണ് സ്മോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ സി. അപ്പോൾ നമുക്ക് സ്മോൾ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ കിട്ടി. ആംഗിൾ ഡി 70 ഡിഗ്രി, ആംഗിൾ സി 50 ഡിഗ്രി. ഇനി ആംഗിൾ ഇ കാണണം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം എന്ന് അല്ലേ? അപ്പോൾ അത് എഴുതി നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ സി എത്ര നമുക്ക് കിട്ടി? 50 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇ ഈക്വൽ 180 ഡിഗ്രി. ഇതിൽ 50 ഡിഗ്രിയും 70 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇ ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ ഇ ഈക്വൽ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈക്വൽ 60 ഡിഗ്രി. മൈനസ് ചെയ്യണം കേട്ടോ. ആംഗിൾ ഇ കിട്ടാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി, അപ്പോൾ 60 ഡിഗ്രിന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് സ്മോൾ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കിട്ടി. ഇതെങ്ങനെ എഴുതാം? 3 ആംഗിൾസ് ഓഫ് സ്മോളർ ട്രയാങ്കിൾ ആർ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അപ്പോൾ രണ്ട് ട്രയാങ്കിളിനും സെയിം ആണ് അല്ലേ? ലാർജർ ട്രയാങ്കിളിനും സ്മോളർ ട്രയാങ്കിളിനും ഒരേ അളവുകളാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലലോഗ്രാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു പാരലലോഗ്രാമിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഫിഗറിന് ABCDE എന്ന പേര് കൊടുക്കുക. ഇനി നോക്കിക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരലലോഗ്രാം ആണല്ലേ. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് റെക്റ്റാങ്കിളാണ് തന്നിട്ടുള്ളത്. ഇത് പാരലലോഗ്രാമാണ്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ B, ആംഗിൾ D എടുത്ത് നോക്കാം. ആംഗിൾ B ഈക്വൽ ആംഗിൾ D. ആംഗിൾ B 110 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡിയും എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. അത് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ B ഈക്വൽ ആംഗിൾ D എന്തെഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്താൽ മതി. ആംഗിൾ B ഈക്വൽ ആംഗിൾ D എത്രയായിരിക്കും? 110 ഡിഗ്രി. അപ്പോൾ ഇതിൽ D നമുക്ക് 110 ഡിഗ്രി ആയിരിക്കണം. പക്ഷേ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? ഒരു 60 ഡിഗ്രി, അതായത് ആംഗിൾ ഡിയുടെ ഒരു പാർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. 1 പാർട്ട് ഓഫ് ആംഗിൾ D ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 60 ഡിഗ്രി. അപ്പോൾ റിമൈനിങ് പാർട്ട് ഓഫ് ആംഗിൾ D, ആംഗിൾ ഡിയുടെ ബാക്കി കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 110 ഡിഗ്രിയാണ് വേണ്ടത്, അതിൽ 60 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 110 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽ 50 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗം കിട്ടി. എത്രയാണ്? 50 ഡിഗ്രി. ഇനി അടുത്തതായിട്ട് നോക്കിക്കേ, ഈ ഫിഗറിൽ ആംഗിൾ B ആൻഡ് ആംഗിൾ C ആർ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഒരു പാരലലോഗ്രാമിലെ കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് അടുത്ത് വരുന്ന ആംഗിൾസ്, അതായത് ABDC അല്ലേ, ആ പാരലൽ ലൈൻസിന് BC കട്ട് ചെയ്യുകയാണ്. അപ്പോൾ BCക്ക് ഉള്ളിൽ വരുന്ന രണ്ട് ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതിന് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ എത്ര കിട്ടണം? 180 ഡിഗ്രി. അതിൽ ആംഗിൾ B നമുക്കറിയാം 110 ഡിഗ്രി പ്ലസ് ആംഗിൾ C ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ C ഈക്വൽ 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. അപ്പോൾ ആംഗിൾ C എത്രയായിരിക്കും? 70 ഡിഗ്രി അല്ലേ. ആംഗിൾ C 70 ഡിഗ്രിന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ A കണ്ടുപിടിച്ചുകൂടെ? അതെങ്ങനെയാണ്? ആംഗിൾ A ആൻഡ് ആംഗിൾ C ആർ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ പാരലലോഗ്രാം. ആംഗിൾ A ഈക്വൽ ആംഗിൾ C എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആംഗിൾ A ഈക്വൽ ആംഗിൾ C ഈക്വൽ എത്ര കിട്ടണം? 70 ഡിഗ്രി എന്ന് കിട്ടണം. അല്ല ആംഗിൾ C നമുക്ക് 70 ഡിഗ്രി എന്ന് ഇപ്പോൾ കിട്ടിയല്ലേ. അപ്പോൾ ആംഗിൾ എയുടെ ഒരു പാർട്ടേ തന്നിട്ടുള്ളൂ, മറ്റേ പാർട്ട് കണ്ടുപിടിക്കണം. 1 പാർട്ട് ഓഫ് ആംഗിൾ A ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രി. അപ്പോൾ റിമൈനിങ് പാർട്ട് ഓഫ് ആംഗിൾ A ഈക്വൽ 70 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. അപ്പോൾ എത്രയാണ്? 40 ഡിഗ്രി എന്ന് കിട്ടും. അത് നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഉൾഭാഗത്ത് എഴുതാം. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസും നമുക്ക് കിട്ടിയല്ലേ. ഉള്ളിലുള്ള ഒരു ആംഗിൾ 50 ഡിഗ്രി എന്ന് കിട്ടി, ഒരു ആംഗിൾ 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി മറ്റേ ആംഗിൾ കണ്ടുപിടിക്കണം. ആ ട്രയാങ്കിൾ നോക്കിക്കേ, ആംഗിൾ ADE എത്ര കിട്ടി നമുക്ക്? 50 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ DAE എത്ര? 40 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AED ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ADE പ്ലസ് ആംഗിൾ DAE പ്ലസ് ആംഗിൾ AED ഈക്വൽ 180 ഡിഗ്രി. 50 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ AED ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ 50യും 40യും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 90 ഡിഗ്രി.
പ്ലസ് ആംഗിൾ എ ഇ ഡി ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ എ ഇ ഡി ഈക്വൽ 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. അപ്പോൾ ആൻസർ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്